നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മിക്ക ആളുകളും നോക്കി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെക്കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ യോഗ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഓഡിയൻസാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടുതലായിട്ടുള്ളത് അല്ലേ. എല്ലാവരും യോഗയുമായിട്ട് ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ അതുമായിട്ടുള്ള ഡൗട്ട്സ് കാര്യങ്ങൾ നോക്കി ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. നമ്മുടെ വീഡിയോ നോക്കിയിട്ട് ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിത് പഠിക്കുന്ന നമുക്കിതിനൊരു സോഴ്സ് വേണമല്ലോ. നമ്മളിപ്പോൾ യോഗ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു, പ്രാണായാമം പഠിക്കുന്നതിനൊരു സ്ഥലം വേണം. അപ്പോൾ നമ്മൾ ശരിക്കും ഒന്നുകിൽ ഓൺലൈൻ സെഷൻസിൽ ജോയിൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഓഫ്ലൈനായിട്ട് ഡയറക്റ്റ് ആയിട്ടോ ഒക്കെയാണ് പഠിച്ചെടുക്കാറ്. പക്ഷേ ഇതിലൊന്നിലും പെടാതെ നമ്മളൊന്നും അറിയാതെ ഇപ്പോൾ പ്രാണായാമം എന്താണെന്നോ അല്ലെങ്കിൽ യോഗ എന്താണെന്നോ ഇതിനെക്കുറിച്ച് ഇതുവരെ ബേസിക് ആയിട്ടുള്ളൊരു ധാരണ പോലും നമുക്കില്ലെങ്കിൽ, തികച്ചും പുതിയൊരാളാണെങ്കിൽ നമ്മൾ നേരെ വന്ന് യൂട്യൂബിലൊരു വീഡിയോ നോക്കിയിട്ട് പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചാനൽ നോക്കി തന്നെ ഒരുപാട് പേര് നോക്കി ഫോളോ ചെയ്യാറുണ്ട്. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്, കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചെക്ക് ചെയ്ത് നോക്കി പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നും അറിയാത്ത നമ്മളൊരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംശയങ്ങൾക്ക് സാധ്യതയുണ്ട് അല്ലേ. ഇപ്പോൾ നമുക്ക് ഓവർ വെയ്റ്റ് വന്നു, അല്ലെങ്കിൽ ഡിപ്രഷൻ, ടെൻഷൻ, ഏതെങ്കിലും ഒരു കാരണങ്ങൾ നമുക്ക് വന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു സൊല്യൂഷൻ തപ്പുന്ന സമയത്ത് യൂട്യൂബിലൊക്കെ നമ്മൾ തപ്പുമ്പോൾ ഒരുപാട് വീഡിയോകൾ നമുക്ക് കിട്ടാറുണ്ട്. അത് നോക്കി നമ്മൾ ഡയറക്റ്റ് അതേപോലെ ഫോളോ ചെയ്യുന്നു. പക്ഷേ ഓരോ കാര്യത്തിനും ഒരു രീതികളില്ലേ, അങ്ങനെ ഒരു രീതി വേണ്ടേ? ശരിക്കും മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും പ്രാണായാമം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഇതൊരു ഫീലാണ് ശരിക്കും കൈമാറുന്നത്, ഒരു എക്സ്പീരിയൻസ് ആണ്, ചെയ്യുന്ന ആളുടെ എക്സ്പീരിയൻസ്. അതിലൂടെയാണ് നമ്മുടെ മൈൻഡ് ഡെവലപ്പ് ആവുന്നത് അല്ലേ. അങ്ങനെയാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും പ്രാണായാമം ചെയ്യുമ്പോഴും ഒക്കെ ഒരു മാറ്റം നമ്മളിൽ വരുന്നത്, അല്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഫീൽ ചെയ്യുക. നമ്മൾ പറയാറില്ലേ, പഴയതുപോലെയല്ല ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നത്, ഒരു ഫീലിലൂടെയാണ് ആ ഒരു മാറ്റം വരുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ ഫീൽ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മളൊരു കാര്യം നോക്കി പഠിച്ചത് കൊണ്ട് മാത്രം അത് കിട്ടണമെന്നുണ്ടോ? ഇല്ല. അതിൽ നമുക്ക് സംശയങ്ങൾ വരും, ചെയ്യേണ്ട ശരിയായ രീതി ഉണ്ടാവും, കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഡൗട്ട്സ് വരുമ്പോൾ നമ്മൾ എവിടെ പോകും? ഇപ്പോൾ നമുക്കാണെങ്കിൽ പോലും പലപ്പോഴും കുറേ കമൻറ്റുകൾസൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്, മനഃപൂർവ്വം ചെയ്യുന്ന ഒന്നുമല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഡൗട്ട്സ് ക്ലിയർ ചെയ്യണ്ടേ? അതിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്താണ്? തികച്ചും വീഡിയോ നോക്കി നമ്മൾ ചെയ്യുന്ന നല്ല കാര്യം തന്നെയാണ്. തുടക്കത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, ഇനിയിപ്പോൾ യൂട്യൂബ് നോക്കിയിട്ടാണ് നിങ്ങൾ പഠിച്ചതെങ്കിലും, ഈ പഠിച്ച് വെച്ച കുറച്ചൊരു ബണ്ടിലിൽ മാത്രം നിൽക്കാതെ അതുമായിട്ട് കൂടുതൽ അന്വേഷണം നടത്തുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വേറൊരു ഡയറക്റ്റ് സെഷനിലോ ക്ലാസ്സിലോ ഒക്കെ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അറിവ് അവിടെ നിന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ മുൻപ് ചെയ്ത രീതികളിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായിരുന്നല്ലോ എന്ന്. ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ഓൺലൈനായിട്ട് കുറേ സെഷൻസ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്, ഒരുപാട് ആളുകൾ ചെയ്യാറുണ്ട്, നല്ല മാറ്റങ്ങളൊക്കെ വരാറുണ്ട്. നമ്മൾ ഡയറക്റ്റാണ് ലൈവ് സെഷൻ ആയിട്ട് കൂടി നമ്മൾ കറക്റ്റായിട്ട് ചെയ്തൊരു കാര്യം കാണിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഇരുന്ന് ചെയ്യുന്ന ആൾ കറക്റ്റായിട്ട് ചെയ്യാറില്ല. അത് ഓരോരുത്തരുടെ മാനസികമായിട്ടുള്ള തലത്തിലുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ കൊണ്ടോ അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ യൂട്യൂബ് നോക്കി അല്ലെങ്കിൽ ഒരു ഓൺലൈൻ നമ്മളൊരു വീഡിയോ നോക്കി ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ശരിയാണെന്ന് വിചാരിക്കുന്ന പലതും ഇവിടെ എത്തുമ്പോൾ കറക്റ്റ് ആയിരിക്കില്ല. നമ്മൾ കൈകൾ പിടിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നതോ ബ്രീത്ത് എടുക്കുന്ന രീതിയോ ചിന്തിക്കുന്ന രീതിയോ ഒന്നും ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല, നമ്മളത് അറിയുക പോലുമില്ല. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കൃത്യമായ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും വലിയ മാറ്റമൊന്നും വന്നില്ല, ഞാൻ യൂട്യൂബൊക്കെ നോക്കി കുറേ വീഡിയോ ചെയ്ത് നോക്കിയതാണ്, എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഫീൽ ചെയ്തില്ല എന്നൊക്കെയുള്ളത്. ശരിക്ക് നോക്കി പഠിക്കാനോ ചെയ്ത് പഠിക്കാനോ പറ്റുന്നൊരു കാര്യമല്ല ഇതെന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഇത് പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല ടീച്ചറുടെ കീഴിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങളൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബേസിക് കോഴ്സൊക്കെ നിങ്ങൾ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ പതുക്കെ ഇതിലേക്ക് വരിക. ഈ യോഗയാണെങ്കിലും നമ്മൾ മെഡിറ്റേഷൻ ആണെങ്കിലും പ്രാണായാമമാണെങ്കിലും ഇതിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ, ചെയ്യുന്ന രീതികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്നോ ഒരു കാര്യത്തിൽ നിന്നോ കിട്ടുന്നതല്ല. നമ്മൾ ഒരുപാട് നാളുകൾ കൊണ്ട് പല സ്ഥലങ്ങളിലും പല ടീച്ചേഴ്സിൻ്റെ കീഴിലും അല്ലേ പല രീതിയിലുള്ള കോഴ്സുകളിലൂടെയും പല പ്രോസസ്സുകളിലൂടെയും കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഒരു ഡെവലപ്മെൻറ്റിലേക്ക് ശരിക്കും നമ്മളൊരു പാത്ത് നമുക്കെത്തുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ ഒരേ കാര്യം ചെയ്യുന്നു, അത് മാത്രം ലൈഫ് ടൈം ഫോളോ ചെയ്യുന്നു, നമുക്ക് പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല. എത്രയാണോ നമ്മൾ ഡെവലപ്പായത് നമ്മൾ അവിടെ സ്റ്റക്കായി നിൽക്കും. പ്രത്യേകിച്ചൊരു വളർച്ച നമുക്ക് മാനസിക തലത്തിൽ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അപ്പോൾ നിങ്ങൾ നിരന്തരം ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ പുതിയ ക്ലാസ്സുകൾ, ലൈവ് സെഷൻസ് ഇതൊക്കെ ജോയിൻ ചെയ്യുക. ഞാനിപ്പോൾ സംസാരിക്കുന്നത് തികച്ചും ഫ്രഷേഴ്സിനെ കുറിച്ചാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് യോഗ പഠിക്കണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾ വീഡിയോ ഒക്കെ നോക്കി ചെയ്യുന്നുണ്ട്, അത്ര സാറ്റിസ്ഫൈഡ് അല്ല നിങ്ങൾ. കാരണം ആ രീതിയിൽ ഒരുപാട് കമൻസും മെസ്സേജും നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയാൻ കാരണം. യൂട്യൂബ് വീഡിയോ നോക്കി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ചെയ്യാൻ തുടങ്ങുകയാണെങ്കിലും ഒക്കെ നിങ്ങൾ ഒരു ലൈവ് സെഷനും കൂടി അറ്റൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ കാര്യത്തിൽ കൃത്യമായ ഒരു ധാരണ വരുത്തുക. ഈ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ മാറുന്നത് കേട്ടിട്ടില്ലേ? ശരിക്കും ഇത് ചെയ്തത് കൊണ്ട് മാത്രമാണോ മാറുന്നത്? ഇത് മാറണമെങ്കിൽ നമുക്കതിന് ശരിയായൊരു രീതി വേണം അല്ലേ. നമ്മൾ ഇവരെല്ലാവരും പറയുന്ന ആ ഒരു ഫീൽഡിലേക്ക് നമ്മൾ എത്തണം.
എത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തം ശ്രമിച്ചാൽ എത്താൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. മിക്ക ആളുകൾക്കും അത് ഫെയിലായി പോകാനാണ് സാധ്യത അല്ലെങ്കിൽ കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കൃത്യമായ ഗൈഡ് ലൈൻസ് നമുക്ക് വേണം. അത് കിട്ടുന്നത് ഓൺലൈൻ വഴിയല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു ടീച്ചറുടെ കീഴിൽ നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ വേറെ അറിയുന്ന ഒരാളുടെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ ഓവർ വെയിറ്റ് ആണെങ്കിൽ പോലും നമ്മൾ കൃത്യമായൊരു ഡയറ്റും വർക്കൗട്ടൊക്കെ ഫോളോ ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, നല്ല ട്രെയിനേഴ്സിൻ്റെ കീഴിലൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ കറക്റ്റായിട്ടൊരു രീതിയിൽ സ്വന്തമായിട്ട് ചെയ്തിട്ടാണെങ്കിൽ പോലും. ഇതൊക്കെ ഒരുവിധം സ്വന്തമായ രീതിയിൽ നോക്കിയിട്ടും റിസൾട്ട് ഇല്ലാത്ത ആളുകളില്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അവർ ചെയ്യുന്ന രീതിയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം, ചില കാര്യങ്ങൾ തിരുത്തേണ്ടതുണ്ടാവാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരു മൂഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് നിങ്ങൾക്ക് വേണം, ശരിയായ രീതിയിലായിരിക്കണം നിങ്ങൾ ചെയ്യുന്നത്. സംശയങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് വേണം പോകുന്നത്. കാരണം ഇവിടെ ഡെവലപ്പ് ആവുന്നത് നമ്മുടെ ബോഡിയല്ല, അതിനേക്കാൾ ഉപരി നമ്മുടെ മൈൻഡാണ് ഡെവലപ്പ് ആവുന്നത്. അതിലൂടെയാണ് നമ്മൾ ഒരു വ്യക്തി മൊത്തത്തിൽ മാറുന്നത്. എങ്ങനെയാണ് മെഡിറ്റേഷൻ പ്രാണായാമം ചെയ്യുമ്പോൾ മൈൻഡ് എനർജിയിലൂടെ മാത്രമാണ് നമ്മളത് മാറ്റം വരുന്നത്. അത് ഡെവലപ്പ് ആകുമ്പോഴാണ് നമുക്ക് മാറ്റം വരുന്നത്. നമ്മൾ നിലവിലുള്ള തലത്തിൽ നിന്ന് വേറൊരു തലത്തിലേക്ക് മാറുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ നോക്കി ഫോളോ ചെയ്യാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ വീഡിയോ നോക്കി ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം, എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം വന്നതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തൊട്ട് മുൻപ് ഒരു 2 ദിവസത്തെ ബേസിക് കോഴ്സ് നമ്മൾ വെറും 199 റുപ്പീസിന് നമ്മൾ കൊടുത്തിരുന്നു. അതിൽ ബേസിക് ആയിട്ടുള്ള ഒരുവിധ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. കുറച്ച് പേരൊക്കെ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അവരൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. കുറേ പേര് നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സസിൽ ജോയിൻ ചെയ്തു, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരിലേക്കും ഈ ഒരു നല്ല രീതിയിലുള്ള ഈ കാര്യങ്ങൾ എത്തിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക, ഇതിനൊക്കെ വേണ്ടി തന്നെയായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ചാനലിലും നമ്മൾ അതുമായി ബന്ധപ്പെട്ടൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടർന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുമ്പോൾ നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കാണ് പ്രസക്തി, നിങ്ങളുടെ ഡെവലപ്മെൻറ്റാണ് പ്രസക്തി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് താഴെയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സസിലോ അല്ലെങ്കിൽ ഡൗട്ട്സിനോ ഒക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് മെസ്സേജ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു പോയിന്റ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും കാണാം.